ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10, 12 മുതൽ 14 വരെയുമുള്ള വചനങ്ങളാണ്. ശിശുക്കളെക്കുറിച്ചും ചെറുതാകലിനെക്കുറിച്ചും ഇടർച്ച നൽകാതിരിക്കേണ്ടതിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിയിറങ്ങുന്ന ഇടയൻ്റെ സ്നേഹത്തെക്കുറിച്ചും എളിയവരുപോലും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവർക്കും വേണ്ടി കാവലിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും സുവിശേഷം നമ്മുടെ മുൻപിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഒറ്റ വാക്കിൽ നമുക്ക് ചെറുതിൻ്റെ സുവിശേഷം എന്ന് സംഗ്രഹിക്കാം. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ശിശുക്കളെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. 100-ൽ 1 നഷ്ടപ്പെട്ടാൽ പോലും, എണ്ണത്തിൽ കുറവാണെങ്കിലും അതിനെപ്പോലും പരിഗണിക്കുന്ന ദൈവം, ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ കരുതലോടെ കാവലിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിനം നമുക്ക് നൽകുന്ന ഈ സുവിശേഷ സന്ദേശം, നമ്മൾ എത്ര ചെറിയവരാണെങ്കിലും, എത്ര എളിയവരാണെങ്കിലും, എത്ര വീണു പോകുന്നവരാണെങ്കിലും, എവിടെയൊക്കെ നഷ്ടപ്പെടുന്നവരാണെങ്കിലും, നമ്മെ തേടിയിറങ്ങുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. കർത്താവ് ഇന്ന് സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇവരെ പോലെയുള്ളവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ വലുതായ ഭാവങ്ങളൊക്കെ, വലിയവരുടേതായ ഭാവങ്ങളൊക്കെ എടുത്തുമാറ്റി ഈ കുഞ്ഞുങ്ങളെ പോലെ മാനസാന്തരപ്പെടുത്ത് ശിശുക്കളായിട്ട് നിങ്ങൾ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. സ്വർഗരാജ്യത്തിലേക്ക് ഉയരണമെങ്കിൽ കുഞ്ഞിനെ പോലെ നിങ്ങളെല്ലാവരും ചെറുതാകണം. ഈ കുഞ്ഞിനെ പോലെ ഭാവങ്ങളെ, ഈ കുഞ്ഞിൻ്റെ ഭാവങ്ങളെ സ്വീകരിക്കുന്നവരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. ഈശോ നമ്മോട് നമ്മുടെ കൂടെയുള്ളവരെ വേദനിപ്പിക്കരുതെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെയും ദൂതന്മാർ ദൈവപിതാവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആടുകളെ തേടിയിറങ്ങുന്ന ഇടയൻ്റെ കരുതലും കാവലും നമ്മളിന്ന് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈശോ നമുക്ക് നൽകുന്ന ഈ സന്ദേശം, നമ്മളെവിടെ തെറ്റിപ്പോയാലും, എവിടെയൊക്കെ വീണുപോയാലും കർത്താവ് നമ്മെ തേടിയിറങ്ങും എന്നുള്ള ഉറപ്പാണ്. ലേവിയെ ഈശോ വിളിക്കുന്നത് ചുങ്കസ്ഥലത്തേക്ക് കടന്നു എന്നാണ്. മത്തായിയെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വിളിക്കുന്നത് അവർ ആയിരിക്കുന്ന മീൻപിടുത്തത്തിൻ്റെ സ്ഥലത്തേക്ക് കടന്നു എന്നാണ്. ഓരോരുത്തരും അവരായിരിക്കുന്ന മേഖലകളിലേക്ക് കടന്നെന്ന് വിളിക്കുന്ന ദൈവം. വീണ്ടും തിബേരിയസ് കടൽ തീരത്തേക്ക് ഈശോയുടെ മരണശേഷം മീൻ പിടിക്കാൻ പോയ അപ്പോസ്തലന്മാരെ തേടി അതേ കടൽ തീരത്തേക്ക് ഈശോ വീണ്ടും വരുന്നുണ്ട്. നഷ്ടപ്പെട്ട ഇടത്തേക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി തിരികെ ഇറങ്ങുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന് കൈമോശം വന്നിട്ടില്ല. എവിടെ നഷ്ടപ്പെട്ടു അവിടെ നിന്ന് തമ്പുരാൻ വന്ന് വീണ്ടും നമ്മളെ സ്വന്തമാക്കും എന്നുള്ള ഉറപ്പ് ഈ ഒരു സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ കാരണം ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എളിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിൽ ആരും നഷ്ടപ്പെട്ടു പോകാനും നശിച്ചു പോകാനും സ്വർഗസ്ഥനായ പിതാവ് പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നില്ല. അത്ര കരുതലോടെ, അത്ര സ്നേഹത്തോടെ നമ്മുടെ കൂടിയിരിക്കുന്ന ദൈവത്തെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കണ്ടെത്താനും അനുഭവിക്കാനും സ്വീകരിക്കാനും നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.